ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന വിപുലമായ അവകാശങ്ങളും വാഗ്ദത്തങ്ങളും ദിവ്യ പരിപാലനങ്ങളുമൊക്കെ വളരെ വിസ്മയകരമാണ്. അതിലൊന്നാണ് യെശയ്യാ പ്രവചനം 54 അധ്യായത്തിൽ പറയുന്നത്. 17 വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നമ്മെ തകർക്കുവാൻ വിവിധ ആയുധങ്ങൾ പ്രയോഗിക്കുന്ന ശത്രു കുറച്ചു കാലത്തേക്ക് ജയം നേടിയേക്കാം. നമുക്കെതിരെ അപവാദങ്ങൾ പറയുന്നവരെ കുറച്ചു കാലത്തേക്ക് ആളുകൾ വിശ്വസിച്ചേക്കാം. ദുഷ്പ്രചരണം തുടരാൻ അവരെ ദൈവം അല്പസമയം അനുവദിച്ചേക്കാം. അവർ അസത്യങ്ങളും മലിനവാക്കുകളും പറഞ്ഞ് നമ്മെ മുറിവേൽപ്പിച്ചേക്കാം, തോൽപ്പിച്ചേക്കാം. അതൊക്കെ ദുഷ്ടന്റെ തികച്ചും താൽക്കാലിക വിജയം മാത്രമായിരിക്കും. ശത്രുവിന്റെ ഇത്തരം തീയമ്പുകൾക്ക് നേരെ വിശ്വാസത്തിന്റെയും ദൈവിക വാഗ്ദത്തങ്ങളുടെയും പരിച ഉയർത്തിപ്പിടിച്ച് ദൈവമക്കൾ പ്രതിരോധിക്കണമെന്നാണ് തിരുവചനം നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശം. എഫെസ്യ ലേഖനം 6 അധ്യായം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സാത്താൻ നിയന്ത്രിക്കുന്ന മനസ്സുള്ളവർ ദൈവമക്കളെ ആക്രമിക്കുന്നത് എപ്പോഴും ഭൗതിക ആയുധങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല. അവർ എന്തും ഏതും നമുക്കെതിരെ ആയുധമാക്കും. വ്യാജ കേസുകൾ കൊടുത്തേക്കാം, നമുക്ക് വിലപ്പെട്ടത് മോഷ്ടിച്ചേക്കാം, നമ്മുടെ അവകാശങ്ങൾ ബലാത്കാരമായി പിടിച്ചു വാങ്ങിയേക്കാം, ഒറ്റിക്കൊടുത്തേക്കാം, തള്ളിപ്പറഞ്ഞേക്കാം, ചതിച്ചേക്കാം. നമ്മുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിനെതിരെ കരിനിയമങ്ങൾ കൊണ്ടുവന്നേക്കാം. അങ്ങനെ പലതരത്തിൽ അവർ നമുക്കെതിരെ പ്രതിരോധമുയർത്തിയേക്കാം. കുറച്ചു കാലത്തേക്ക് ദുഷ്ടരുടെ ഈ ആയുധങ്ങളൊക്കെ ഫലപ്രദമായി പ്രവർത്തിച്ചേക്കാം. എന്നാൽ അതൊക്കെ ആത്യന്തികമായി പരാജയപ്പെടും. ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടലിൽ വഴിയൊരുക്കിയ ദൈവം പീഡിപ്പിക്കപ്പെടുന്ന തന്റെ മക്കൾക്ക് സങ്കേത നഗരങ്ങളും സുരക്ഷിത പാതയും ഒരുക്കിക്കൊടുക്കും. അതുപോലെ ദൈവജനത്തിനെതിരെ സാത്താന്യ മനസ്സുള്ളവർ ഭീഷണിയും മുറിവേൽപ്പിക്കുന്ന വാക്കുകളും മാത്രമായിരിക്കില്ല പ്രയോഗിക്കുന്നത്. വ്യവഹാരങ്ങളിൽ കള്ളസാക്ഷ്യം പറയും, സ്വഭാവഹത്യ നടത്തും, പരസ്യമായി ആക്ഷേപിക്കും, നമ്മുടെ ഉദ്ദേശ്യശുദ്ധിയെ തെറ്റായി വ്യാഖ്യാനിക്കും. അങ്ങനെ നമ്മെ തകർക്കുവാൻ സംസാരശേഷിയുള്ള
വാക്കുകളാകുന്ന മിസൈലുകൾ പ്രയോഗിക്കും. യോശുവയ്ക്കെതിരായി കുറ്റം ചുമത്തിയ സാത്താനെ ശാസിച്ച ദൈവം ഇവരെയും ശാസിക്കും. ദൈവത്തിൻ്റെ ശാസനയുടെ മുമ്പിൽ ഇവർ വാടിപ്പോകും. സെഖര്യാ പ്രവചനം 3-ാം അധ്യായം. പ്രധാന പുരോഹിതനായ യോശുവ കർത്താവിൻ്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. തന്റെ മുൻപിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. യോശുവയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കെതിരായി മാരകായുധങ്ങളും വാക്കുകളാകുന്ന തീയമ്പുകൾ കൊണ്ടും ആക്രമിക്കാൻ വരുന്ന പൈശാചിക മനുഷ്യരിൽ നിന്ന് നമ്മൾ ഒരിക്കലും നീതിയും കരുണയും ആർദ്രതയും പ്രതീക്ഷിക്കരുത്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെയും ക്രിസ്തുവിന്റെ രക്തം ചിന്തുവാൻ തന്ത്രങ്ങളും ഗൂഢാലോചനകളും നടത്തിയ ശാസ്ത്രി പരീശ പുരോഹിത പ്രമാണികളുടെയും ക്രിസ്തുവിനെതിരെ ദിവസക്കൂലിക്ക് കള്ളസാക്ഷ്യം പറഞ്ഞ ദ്രവ്യാഗ്രഹികളുടെയും പോലുള്ള പാഴ് ജന്മങ്ങളാണ് ഇവർ. ശുദ്ധാത്മാവ് അകന്നുപോയി ദുരാത്മാവ് വസിക്കുന്ന ഹൃദയമാണ് ഇവരുടേത്. ഈ ജഡരക്തങ്ങളോട് ഏറ്റുമുട്ടിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവരെ ബന്ധികളാക്കിയിരിക്കുന്ന സാത്താനാണ് യഥാർത്ഥ ശത്രു. നമ്മുടെ കർത്താവ് പറഞ്ഞത് നമ്മൾ എപ്പോഴും ഓർക്കണം. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. പച്ചമരത്തോട് അവർ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നിസ്സഹായരും നിരപരാധികളുമായ ദൈവമക്കൾ എന്താണ് ചെയ്യേണ്ടത്? സുരക്ഷയും വിമോചനവും നൽകി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ അഭയം തേടണം. ദൈവത്തിൻ്റെ അത്ഭുത വാഗ്ദത്തങ്ങളിൽ മനസ്സുറപ്പിക്കണം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുന്നില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തു ഭാഗത്തുണ്ട്.
സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുകൊള്ളും. 121 സങ്കീർത്തനം. ഇത്ര വിപുലമായ ഡിവൈൻ കവറേജ് ഉള്ളപ്പോൾ ദൈവമക്കൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് അനുകൂലമാണെങ്കിൽ ആർക്കാണ് പ്രതികൂലമാകുവാൻ കഴിയുക? കരുതുന്നവനായ യഹോവ ഈരെ, സൗഖ്യദായകൻ യഹോവ റാഫ, കൂടെയിരിക്കുന്ന യഹോവ ശമ്മ, സൃഷ്ടാവായ യഹോവ എലോഹീം, നിന്റെ സമാധാനമായ യഹോവ ശാലോം, അത്യുന്നതനായ യഹോവ ഇല്ലിയോൻ കൂടെയുള്ളപ്പോൾ എൻ്റെ ആത്മാവേ, നീ എന്തിനാണ് വിഷാദിക്കുന്നത്? എന്തിനാണ് നെടുവീർപ്പിടുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നിന്റെ സഹായവും ദൈവവുമായ ദൈവത്തെ പുകഴ്ത്തുക. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, സാന്ത്വനപ്പെടുത്തട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.